പാകിസ്ഥാൻ വിചാരിച്ചത് കുറച്ച് സാധനങ്ങൾ, പാകിസ്ഥാൻ കുറച്ച് ആളുകൾ അങ്ങോട്ട് പോയിട്ട് ചൈനയിൽ പോയിട്ട് കുറച്ച് ഈ വാണവും റോക്കറ്റും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അടുത്ത ദീപാവലിക്ക് പൊട്ടിക്കാനായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്താ ചെയ്തത്? അടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നിട്ടും നമ്മുടെ പ്രധാനമന്ത്രി കരാർ ഒപ്പിട്ടു. കരാർ എന്തിനാന്ന് വെച്ചാൽ 63,000 കോടി രൂപ വരുന്ന റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനായിട്ടാണ്. അതിൻ്റെ കരാറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരാളുടെ ദേഹത്ത് ഒരു പിടി മണ്ണ് വാരി ഇടാമെന്ന് മറ്റുള്ള സഖ്യശക്തികൾ ഏതവന്മാർ വിചാരിച്ചാലും അതിനുള്ള ശക്തമായ മറുപടി കൊടുക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മുന്നിലേക്ക് നിൽക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആ ഒരു ഉറച്ച നിലപാടും ആ ഒരു നിൽപ്പും തന്നെയാണ് ഇന്ത്യക്കകത്തേക്ക് ഒരുത്തിനും കടന്നു കയറാൻ പറ്റാത്ത രീതിയിലേക്ക് അവരെ മാറ്റി നിർത്തുന്ന ഒരു ഘടകമെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ പറയാം. അപ്പോൾ അതിനുശേഷം നമ്മൾ കണ്ട വാർത്തകളൊക്കെയാണ് പാകിസ്ഥാനിലെ ഉപപ്രധാനമന്ത്രി, പ്രധാനമന്ത്രി, മന്ത്രിമാരും ഒക്കെ പറയുന്നത് ഇന്ത്യയിലെ ചോര ഒഴുകും, ഇന്ത്യയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആണവായുധങ്ങൾ വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രഹസനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനെയെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടുകൂടി മാത്രം കണ്ടിരുന്ന നമ്മുടെ